എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഞാൻ ഇരുന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. പ്രിയങ്കരനായ ക്ലബ് പ്രസിഡന്റ് സാനി ഇന്നത്തെ ഈ ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിച്ച ആർട്സ് ഇന്റർനാഷണൽ ഡയറക്ടർ Lion Nityanandkumar, immediate past multiple council chairperson Sushma. വയസ്സനാക്കി എല്ലാവരും കൂടെ 80-ആക്കി പ്രായമുള്ള ഒരു ഗവർണറാക്കി അവസാനിപ്പിച്ചതിൽ എനിക്കുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. 1969 ഫെബ്രുവരി 2 ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് കയറി വരുന്നത്. 5 വർഷം 5 ദിവസം കൂടെ കഴിഞ്ഞാൽ 5 days കഴിഞ്ഞാൽ ഞാൻ 56 വർഷം ലയൺസ് പ്രസ്ഥാനത്തിൽ പൂർത്തീകരിക്കുകയാണ്. മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത്, ഞാൻ ഇവിടുത്തെ സീനിയർ മോസ്റ്റ് പാസ് ഗവർണറായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം എൻ്റെ മുമ്പിലുള്ളവരൊക്കെ നമ്മളെ വിട്ടുപോയി. അവർ നയിച്ച പാതയെ കൂടെയാണ് ഞാൻ നടക്കുന്നത്. എത്രയൊക്കെ വിചാരിച്ചാലും നമ്മളുടെ ഓരോരുത്തരുടെയും സഹകരണവും സ്നേഹം കൊണ്ടും മാത്രമേ നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ. എന്നെ സഹായിച്ച എന്നെ ഒരു സുഹൃത്തായി കണ്ട എല്ലാവരോടും എനിക്കുള്ള നന്ദി ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. പാടി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, സാറിന് സമർപ്പിക്കും. വേണ്ട, നമ്മളെല്ലാവരും കൊണ്ട് ഞാൻ സാധാരണ ഈ കവിതകളാണ് എഴുതാറ്. ഇത്തവണ സംസ്കൃതത്തിലെ ഒരു മംഗള ശ്ലോകമാണ്. കാരണം എനിക്ക് അദ്ദേഹവുമായിട്ടുള്ള ലയനത്വത്തിലുപരി അദ്ദേഹത്തിന്റെ കുടുംബമായിട്ടുള്ള ബന്ധമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ആദ്യമായിട്ട് ഞാനൊരു സംസ്കൃതത്തിലൊരു ശ്ലോകം എഴുതി. അത് എഴുതിയതിനു ശേഷം ഞാൻ കാലടി സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറെ വിളിച്ച് കേൾപ്പിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അയച്ചു കൊടുത്ത് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടാണ് ഇത്. പ്രിയ ഡോക്ടർ സതീഷ് ബാബു സാറിന് ശതാഭിഷേക ആശംസകൾ. ജന്മദിനമിതം മൈ പ്രിയേ സഖേ തനോടുതേ സർവദാമുദം. ഈ ജന്മദിനം അദ്ദേഹത്തിന് എന്നും ഐശ്വര്യവും സമ്പത്തും നിലനിൽക്കുന്നതാകട്ടെ, എന്നും മനസ്സിൽ നിലനിൽക്കുന്നതാകട്ടെ എന്നും പ്രാർത്ഥയാമകെ ഭവശതായുഷി. അദ്ദേഹത്തിന് ഇനിയും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വര സദാ ത്വംച രക്ഷതു. ഈശ്വരൻ എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് അദ്ദേഹത്തെ സംരക്ഷിക്കട്ടെ. പുണ്യകർമ്മണ സുഖസമൃദ്ധിന. അദ്ദേഹം ചെയ്ത പുണ്യകർമ്മങ്ങളുടെ സുഖവും സമൃദ്ധിയും നിത്യസുന്ദരം കീർത്തിമാർജന. ഇനിയും കൂടുതൽ കൂടുതൽ കീർത്തിമാനായി മാറട്ടെ. ഭവതു ഭാസുരം ഭാവി ജീവനം. ഇനിയുള്ള ഭാവിയുള്ള അദ്ദേഹത്തിന്റെ ജീവിതം സ്വാർത്ഥകം ശുഭം ഭാവയാമകെ. അത് സ്വാർത്ഥകവും ശുഭവും ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ ആരോഗ്യ സൗഖ്യവും ഉണ്ടാകട്ടെ എന്ന് മനസ്സ് തുറന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.